Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Prayer പറഞ്ഞോ കേട്ടോ. Prayer. Okay, ma'am. Prayer. Dear God, thank you for this beautiful day. Bless our teachers, friends, and families. Help us learn new things with joy. Make us kind, gentle, and loving. Guide us to do good and speak truth. Keep us safe and happy always. Thank you. Sign in and thought of the day പറഞ്ഞോ കേട്ടോ. Sign in thought of the day. ആരും prepared അല്ല. Signing. Good afternoon, everyone. I wish a good day to the respected teacher and my dear friends who are leading today's class, and I hope everyone can understand what is being taught well. Thank you. Thought of the day. Positivity is the state of mind that helps you to imagine and see the possibility of what you can learn, earn, and achieve today. Thank you. Thank you all. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? Yes, ma'am. Unit 3, Social Emotional Development. Okay. Page number 45. One minute കേട്ടോ. Okay. Okay, 1 minute ഷെയർ ചെയ്യാം കേട്ടോ. നമ്മള് സെപ്പറേഷൻ ആൻസൈറ്റിയും സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയും പറഞ്ഞോ? Yes, ma'am. Factors influencing emotional. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് പേജ് നമ്പർ പറയോ മാം? പേജ് നമ്പർ 46 ഇടാം. ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. നോർമലി ഹെൽത്തും ഫിസിക്കൽ ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ ആണെന്നാണ് പറയാറ്. ഹെൽത്ത് ഇപ്പൊ ഓക്കെ ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും അത്യാവശ്യം ഓക്കെ ആയിരിക്കും. നമുക്ക് വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റും അത്ര ഓക്കെ ആയിരിക്കില്ല. അപ്സെറ്റ് ആയിരിക്കും, ഓർ അൺസ്റ്റേബിൾ ആയിരിക്കും. ചില പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കില്ല ഒരു കുട്ടിക്ക് വരുന്നത്. നമുക്ക് നോക്കാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഒരാൾ വായിക്കോ? ആരെങ്കിലും ഒരാളൊന്ന് വായിക്കോ? ഞാൻ വിളിക്കാം. ബിൻസി, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒന്ന് പറയോ? വായിക്കോ? Health and physical development. There is a positive relation between health and emotional development. The children weak in physical structure or suffering from illness are more emotionally upset and unstable than children who are healthy. ഹെൽത്തും ഫിസിക്കൽ ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻ ആണ്. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും ഇമോഷണൽ ഡെവലപ്മെന്റും ഹെൽത്തി ആയിരിക്കും. ഇനി ഏതെങ്കിലും കുട്ടി ഫിസിക്കൽ ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ ആവണമെന്നില്ല. കുറച്ചുകൂടി അപ്സെറ്റും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കും ഈ കുട്ടികളിൽ കാണുന്നത്.
അപ്പൊ ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിരിക്കും. അവർക്ക് മറ്റു കുട്ടികളോടൊപ്പം പോയി കളിക്കാനോ കാര്യങ്ങൾക്കോ അവർക്ക് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്റലിജൻസ്. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ, നല്ല IQ ലെവലുള്ള കുട്ടികളിൽ ഇമോഷണൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ വളരെ കൂടുതലായിരിക്കും. ഹൈ ഇന്റലിജന്റ് ഗ്രൂപ്പിൽ പെടുന്ന കുട്ടികൾ ഇമോഷണൽ കൺട്രോൾ ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും? ഹൈ തന്നെ ആയിരിക്കും കമ്പയർഡ് ടു ലോ ഇന്റലിജന്റ് ചൈൽഡ്. എന്നുവെച്ചാൽ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ചിന്തിച്ച് എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കണം ആ ഒരു കാര്യം, റീസണിങ്ങും തിങ്കിങ് പവറും കാര്യങ്ങളും കൂടുതലായിരിക്കും. അവർക്ക് എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാൻ പറ്റും. അവരുടെ ഇമോഷൻസ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആർക്ക് അറിയാൻ പറ്റും? ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയില്ല. അവർക്ക് അത്രയും ആ ഒരു ചിന്തിച്ച് എങ്ങനെ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. ഇന്റലിജൻസ് ആരെങ്കിലും ഒരാൾ വായിക്കോ? ഞാൻ വായിക്കാം. ഓക്കെ, അയന വായിച്ചോടാ. Intelligence. Studies have proved that there is less emotional control among low intelligent children compared to high intelligent groups. An intelligent person with this reasoning and thinking powers exercise control as per the situation and makes proper use of his emotions. അപ്പോ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ ലെസ് ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും. ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ ഹൈ ഇമോഷണൽ കൺട്രോൾ ആയിരിക്കും. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺസ് എങ്ങനെയാണ് റീസണിങ്, തിങ്കിങ് പവർ, അവർക്ക് അവരുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ ഈ കുട്ടികൾക്ക് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ആണ് എന്താ? ഫാമിലി എന്ന് പറയുന്നത്. കുട്ടികളുടെ ബിഹേവിയർ ആരിൽ നിന്നാണ് കോപ്പി ചെയ്യുന്നത്? ഓക്കെ, കുട്ടി ഇങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പറയുമ്പോൾ ചാപ്റ്റർ നെയിം സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് യൂണിറ്റ് 3 ആണ് കേട്ടോ. നമ്മൾ കുട്ടികൾ ഇങ്ങനെ പെരുമാറണം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? കാരണം കുട്ടികൾ എപ്പോഴും കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ക്യാരക്ടർ ആയിരിക്കും. നമ്മൾ എങ്ങനെ ബിഹേവിയർ ചെയ്യണോ അതേപോലെ ആയിരിക്കും കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റും ഇമോഷണൽ ബിഹേവിയറും കാര്യങ്ങളും. അപ്പോ നമ്മുടെ പാരന്റ്സും എൽഡർ മെമ്പേഴ്സും മുതിർന്നവർ, കുട്ടികൾ കാണുന്ന മുതിർന്നവർ എങ്ങനെയാണ് പെരുമാറുന്നത്, മറ്റുള്ളവരോട് പെരുമാറുന്നത് എന്നനുസരിച്ച് ഇവരുടെ ക്യാരക്ടർ ആയിരിക്കും ചിൽഡ്രൻസ് എന്ത് ചെയ്യുന്നത്? കോപ്പി ചെയ്യുന്നത്. ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ എവിടെ ഉണ്ട്? വീട്ടിലുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഫാമിലിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ഫാമിലി റിലേഷൻഷിപ്പ് വിത്ത് കോൺഫ്ലിക്റ്റും ടെൻഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നെഗറ്റീവ് ഇമോഷൻ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ സൈസ് ഓഫ് ദ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ കുട്ടികളിൽ എന്താണ് കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാല് ഷെയറിങ് ഹാബിറ്റോ അല്ലെങ്കിൽ എങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അറിയണമെന്നില്ല. പക്ഷെ ഒരു ജോയിന്റ് ഫാമിലി ആണെങ്കിൽ അവർക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. ഷെയറിങ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, റെസ്പെക്ടിങ് എൽഡേഴ്സ്, അതെല്ലാം അവർ ചെറുപ്പം മുതൽ അവരുടെ പാരന്റ്സിൽ കാണുന്നതുകൊണ്ട് ഇവരുടെ ലൈഫിൽ അത് ഫുൾ ആയിട്ട് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. അപ്പൊ സൈസ് ഓഫ് ദ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, ആ ഒരു സൊസൈറ്റിയിൽ ആ ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഹൈ ക്ലാസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഹൈ ക്ലാസ് അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ് ഹൈ ആണെങ്കിൽ കുട്ടികളും അത്യാവശ്യം എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള കുട്ടികളായിട്ടായിരിക്കും മിങ്കിൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പാരന്റ്സ് അവരെ പുറത്തൊന്നും കളിക്കാൻ വിടൂല. അത്യാവശ്യം എന്താ പറയാ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാനൊന്നും വിടൂല. അവര് ടൈം സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല, പ്ലേ ടൈം കൊടുക്കൂല. വീട്ടിൽ തന്നെ അവരെങ്ങനെ തളച്ചിടാനായിരിക്കും കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പൊ അതൊരു പ്രശ്നമാണ് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ. ഓർഡിനൽ പൊസിഷൻ ഓഫ് ദി ചൈൽഡ്, കുട്ടിയുടെ ആ ഒരു ഓർഡിനൽ പൊസിഷൻ, കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും പാരന്റ്സ് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പാരന്റൽ ആറ്റിറ്റ്യൂഡ്, ഇന്ന് നമ്മളുടെ ജനറേഷൻ എനിക്ക് തോന്നുന്നു പാരന്റൽ ആറ്റിറ്റ്യൂഡ് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടതും കുട്ടികളുടെ ഫീലിങ്സിന് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നും ഇന്ന് പാരന്റ്സിന് ഏകദേശം അറിയാം. പക്ഷെ എല്ലാ പാരന്റ്സിനും അല്ലാട്ടെ, ഇന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളെ വഴക്ക് പറഞ്ഞാലേ അവർ നന്നാവുള്ളൂ, അല്ലെങ്കിൽ നമ്മള് അഫെക്ഷനും സ്നേഹവും വാത്സല്യം ഒന്നും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ മോശം ക്യാരക്ടർ ആവും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇന്നും ഉണ്ട്.
എന്നാലും നമ്മുടെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പാരന്റ്സ് നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്ന, അല്ലെങ്കിൽ അവര് കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൺസിഡർ ചെയ്യുന്നു, അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഡെവലപ്മെന്റും എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പൊ കുട്ടി അവരുടെ ഇമോഷണൽ ബിഹേവിയർ കോപ്പി ചെയ്യുന്നത് ആരിൽ നിന്നാണ്, പാരന്റ്സിൽ നിന്നും എൽഡർ മെമ്പേഴ്സിൽ നിന്നുമാണ് അവരുടെ ബിഹേവിയർ കോപ്പി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ, പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ വീട്ടിൽ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ചിൽഡ്രൻസ് ഡെവലപ്പ് പോസിറ്റീവ് ഇമോഷൻസ്, അതിലൂടെ മാത്രമാണ് കുട്ടികളിൽ പോസിറ്റീവ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അഫെക്ഷൻ, കെയർ, ഹെൽപ്പിംഗ് ഹാബിറ്റ്, ഷെയറിംഗ് മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുള്ളൂ. While family relationship with conflict and tension leads to negative emotion. ഒരു ഫാമിലിയിൽ ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ പാരന്റ്സ്, ഹസ്ബൻഡ്, വൈഫ് മാത്രമേ ഉള്ളൂ, അവരെപ്പോഴും വഴക്കാണെങ്കിൽ ആ കുട്ടീനെ അത് വളരെയധികം ഇമോഷണലി അഫക്ട് ചെയ്യും അല്ലെ, ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ അഫക്ട് ചെയ്യും. കാരണം അവനെ കൺസിഡർ ചെയ്യാൻ വേറെ ആരും ഇല്ല, അവന്റെ കെയറും, അല്ലെങ്കിൽ അവനിപ്പോ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോവാണ്, ബാക്കിയുള്ള ടൈം ഫുള്ളും അവൻ ഫോണിലോ മൊബൈലിലോ ടിവിയിലോ ആയിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്, കണ്ടോണ്ടിരിക്കായിരിക്കും. അവന് കേൾക്കാനും അവനോട് സംസാരിക്കാനും ആരും ഇല്ല. ഇപ്പൊ നമ്മള് ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ അവിടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവുമ്പോ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുണ്ടാവും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ആരും കൂടുതൽ ശ്രദ്ധിച്ചോളും, കെയർ കൊടുത്തോളും, ഗ്രാൻഡ് പാരന്റ്സ് കെയർ കൊടുത്തോളും. പണ്ട് നമ്മളെയൊക്കെ നല്ല വടിയൊക്കെ എടുത്ത് തല്ലിയിരുന്ന ആൾക്കാരാണല്ലേ നമ്മുടെ പാരന്റ്സ്. പക്ഷെ ഇന്ന് നമ്മളൊന്നൊരു വടി എടുത്ത് അവർ തല്ലാനൊന്ന് നോക്കി സമ്മതിക്കൂല, അവര് അത്രയും പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുക്കും. അപ്പോ നല്ല രീതിയിൽ അവർ കെയർ ചെയ്യും എന്ന് ഉദ്ദേശിച്ചായിട്ട് ഞാൻ. അപ്പോ ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടിയിൽ നല്ലൊരു ഇമോഷണൽ ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി വളർന്നു വരുന്ന ഫാമിലി വളരെയധികം ആ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാ ഫാമിലിനെ കുറിച്ച് വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ, വായിച്ചു. Children copy the emotional behavior of the parents and elder members of the family. If a good atmosphere exists at home, children develop positive emotions, while family relationship with conflicts and tensions lead to negative emotions. The size of the family, the socio-economic status of the family, ordinary position of the child, parental attitude, etc. also affect the emotional developments of the child. ഓക്കെ, ഇനി സോഷ്യൽ അറ്റ്മോസ്ഫിയർ കേട്ടോ. നമ്മുടെ സൊസൈറ്റിയുടെ അറ്റ്മോസ്ഫിയർ അത് കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി conducive atmosphere of the school always result in balanced emotional growth of the children. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് സ്കൂളിലും അതേപോലെ നമ്മളുടെ സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും. അല്ലാതെ നമ്മുടെ സ്കൂളിലുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ്, കരിക്കുലർ, നോൺ കരിക്കുലർ ആക്ടിവിറ്റി, ടീച്ചിങ് മെത്തേഡ്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസിപ്ലിന്റെ നേച്ചർ, ടീച്ചേഴ്സും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സ്റ്റാഫ്സും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾ തമ്മിലുള്ള ഡെവലപ്മെന്റ്, കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമുക്കിപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അത് വരുന്നുണ്ട് കേട്ടോ, പിയർ ഗ്രൂപ്പ്സും കൂടി കണക്ട് ചെയ്ത് പറയാണ്. ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നോളജ് മാത്രം പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ലോ നമ്മൾ സ്കൂളിൽ പോകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ പഠിച്ചത്, വലിയൊരാളാവണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും സ്കൂളിലേക്കൊക്കെ പോയിട്ടുള്ളത്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട് അല്ലെ, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, ടീച്ചറിനെ എങ്ങനെ ബഹുമാനിക്കണം, ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതെങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം, ഒരുപാട് ക്വാളിറ്റീസ് നമ്മളാക്കി മാറ്റിയതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചൊരു സെഷനാണ് ആര്, സ്കൂൾ എന്ന് പറയുന്നത്. നമുക്ക് തോന്നിയിട്ടില്ലേ, ഫീൽ ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് ആർക്കും? എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ സോഷ്യൽ അറ്റ്മോസ്ഫിയറിലും പ്രത്യേകിച്ച് സ്കൂൾ എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. നമ്മൾ അന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ, സ്കൂളല്ലേ, സ്കൂളിൽ നിന്ന് എങ്ങനെയെങ്കിലും പഠിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ അങ്ങനെ കുറെ കത്തിപ്പോയാലും മതി എന്നൊക്കെ വിചാരിച്ചിരുന്ന ടീം. പക്ഷെ പിന്നീട് അവിടെ നിന്ന് പോയതിനു ശേഷം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ബാഗൊക്കെ ഇട്ട് സ്കൂളിലൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ടുണ്ട്, ഷെയറിങ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് വൺ അനദർ, നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, നമുക്കൊരു അറിയാവുന്ന ഒരു കാര്യം എങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ ഞാൻ ഇങ്ങനെ ടീച്ചിങ് പഠിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്ക് ഇഷ്ടം തുടങ്ങിയത് തന്നെ
സ്കൂൾ കാലഘട്ടത്തിൽ നിന്നാണ്. കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് അക്കൗണ്ട്സ് പഠിക്കുമായിരുന്നു. അപ്പൊ അക്കൗണ്ട്സ് പഠിക്കുന്ന സമയത്ത് മിസ് എന്നോട് ഒരു പ്രാവശ്യം ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ക്ലാസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പ്രോബ്ലം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അത് ക്ലാസ് ആയിട്ട് സെമിനാർ പോലെ എടുക്കാൻ പറഞ്ഞു. മിസ് എന്തോ വർക്കിന് വേണ്ടിട്ട് വർക്കായിട്ട് പോയതാ. പക്ഷെ അന്ന് ഞാൻ ആ ഒരു പ്രോബ്ലം ചെയ്തു, അത് ക്വസ്റ്റ്യൻ അതിനെ പറഞ്ഞു കൊടുത്തു, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് അവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാനത് ചെയ്തു. ഞാൻ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് അത് ബാക്കി എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി, അത് അവർ പ്രോബ്ലം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴുള്ള സാറ്റിസ്ഫാക്ഷനാണ്. അന്ന് എന്നെ ടീച്ചർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു അപ്രീസിയേഷൻ നിന്നാണ് ഞാൻ ഈ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനെ ഇത്രയും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഫസ്റ്റ് പോയിന്റ്. അതിനുശേഷം കുഞ്ഞു കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ടീച്ചിങ്ങിനോടുള്ള ഇഷ്ടം എന്നിൽ ഇങ്ങനെ കൂടിക്കൂടി വന്നത്. അപ്പൊ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതേപോലെ ടീച്ചേഴ്സ് കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചർ, നമ്മുടെ ലൈഫിൽ ഇത്തിരിയെങ്കിലും ചേഞ്ചസ് വരുത്താൻ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തൊരു ടീച്ചർ എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ. അതേപോലെ എനിക്കും ഉണ്ട്. എന്റെ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എന്താ പറയാ, ഞാൻ 5th ചെല്ലുമ്പോൾ മിസ് 7th 8th പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പൊ ചെല്ലുമ്പോൾ മുതൽ ഞാൻ ഇത്തിരി കുറുമ്പിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, ഇത്തിരി കുറുമ്പിയായിരുന്നേ. അപ്പൊ എല്ലാവർക്കും എന്നെ പരിചയമാണ്. UP പഠിക്കുമ്പോ തന്നെ ഹൈസ്കൂളിലെ ടീച്ചർമാരെ കേട്ട് നല്ല പരിചയം. കാരണം എപ്പോഴും സ്റ്റാഫ് റൂമിൽ പോയി വരണം. ഞാൻ ടീച്ചർ കുറുമ്പൊക്കെ എടുക്കും. അപ്പൊ ആ സമയത്ത് മിക്കപ്പോഴും സ്റ്റാഫ് റൂമിലായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആ മിസ്സിനെ കണ്ടു, സംസാരിച്ചു. മിസ് മലയാളമാണ് സബ്ജക്ട് എടുക്കുന്നത്. ഞാൻ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റും മലയാളമാണ്. അപ്പൊ മിസ്സിനോട് കൂടുതൽ കമ്പനി ആയതിനു ശേഷം മലയാളത്തിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. മിസ്സായിരുന്നു അന്ന് ലൈബ്രറിയൻ. എന്നുവെച്ചാൽ ലൈബ്രറിയിലെ ബുക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് മിസ്സായിരുന്നു. അപ്പൊ മിസ്സിന്റെ അടുത്ത് നിന്ന് ചെറിയ ചെറിയ ബുക്കുകൾ, കുഞ്ഞു ബുക്കുകൾ വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങി. ആ വായന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വായിക്കുന്നു, ബുക്ക് തിരിച്ചു കൊടുക്കുന്നു, വീണ്ടും വായിക്കുന്നു. പിന്നെ അതേപോലെ ഒരു കമ്പനി, നല്ലൊരു എന്താ പറയാ, നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ കൂട്ടുകാരി ടീച്ചർ എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൂട്ടുകാരി ടീച്ചർ വന്നോ എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ഗീത എന്ന ടീച്ചറിന്റെ പേരിട്ട് മലയാളം എടുക്കുന്ന സബ്ജക്ട്. അപ്പൊ മിസ് ഭയങ്കര കമ്പനിയാ. ഇനിയിപ്പോ ഞാൻ കമ്പനിയാന്ന് പറഞ്ഞിട്ട് എക്സാമിന് മാർക്ക് കിട്ടില്ല കേട്ടോ. ഭയങ്കര കമ്പനിയാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, എല്ലാ ടീച്ചർമാർക്കും അറിയാം എന്നെ ഭയങ്കര കാര്യമാണ് മിസ്സിന്. പക്ഷെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ, എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം മിസ് ക്ലാസ്സിൽ ഹോൾ ക്ലാസ്സിൽ റീഡ് ചെയ്യും. കാരണം എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ മിസ് അത് വായിച്ച് എന്നെ അങ്ങോട്ട് കളിയാക്കി എല്ലാവരും ഇവിടെ വെച്ച് കളിയാക്കിയൊക്കെ വന്നു. പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൽ നിന്നൊക്കെ ഞാൻ മാറി. സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ടീച്ചർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് അങ്ങനെ കളിയാക്കിയതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നല്ലൊരു ഓർമ്മയാണത്. ഇപ്പോ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞങ്ങളുടെ അക്കാഡമിക് ടീം ഉള്ളത് പാലി എന്നാ പറയുന്നത്. പാലി എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഞ്ച്. ഇപ്പൊ എന്റെ സ്കൂളും പാലിയം ഹൈസ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. സോ എനിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്കൂൾ കാണാം, എന്റെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കാണാനായിട്ട് പറ്റും. ഇപ്പോഴും എന്റെ ഓർമ്മകൾ അവിടെ ഉണ്ട്. അപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോഴായാലും നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോ നമുക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്കൊരു ബാലൻസ്ഡ് ഇമോഷണൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആദ്യം ആദ്യമൊക്കെ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ടൈപ്പായിരുന്നു കേട്ടോ. പെട്ടെന്ന് ദേഷ്യം വരും, എന്തെങ്കിലും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാനൊക്കെ താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തില്. പക്ഷെ പിന്നീട് മനസ്സിലായി അതിന്റെ ആവശ്യമില്ല. ഞാൻ കറക്റ്റ് ആണെങ്കിൽ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി അത് കറക്റ്റ് ആണെന്നുള്ളത്. പിന്നീട് നമ്മളുടെ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന, നമ്മുടെ ഇമോഷണൽ ഗ്രോത്തും കാര്യങ്ങളും സംഭവിക്കുന്ന ബാലൻസ്ഡ് ആവുന്നത്. ഇപ്പൊ നിങ്ങൾക്കും ഉണ്ടാവും അല്ലെ. നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തതിനു ശേഷം കുട്ടികളുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലേ. അപ്പൊ മുതലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയോ കുട്ടികളോട് ട്രീറ്റ് ചെയ്യുമ്പോ അവർ കുറച്ചും കൂടി സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ട്രീറ്റ് ചെയ്യാനായിട്ട്? എന്നാലും ഇടയ്ക്ക് ദേഷ്യം വരും. അങ്ങനെ പാടില്ല. എന്ന് വെച്ചാല് അവര് കുറച്ച് നാളെ നമ്മുടെ ഒപ്പം ഉള്ളൂ. നമ്മൾ അവരോട് നല്ല സ്നേഹത്തോടു കൂടി, നല്ല കെയറിങ്ങോട് കൂടി, നല്ല രീതിയിൽ അവരെന്ത് ചെയ്യാ, ട്രീറ്റ് ചെയ്യാ. അവര് നമ്മളെ കുറിച്ച് അവർ ഓർക്കുമ്പോൾ അവരുടെ മനസ്സിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രം വരണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ നമ്മളുടെ പാരന്റ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടല്ലോ. നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണല്ലോ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ട് ചെല്ലാലോ എന്നുള്ളൊരു ഫീലിംഗ്, അതൊരു ധൈര്യമാണ് മുന്നോട്ടുള്ള ലൈഫിന്. സോഷ്യൽ അറ്റ്മോസ്ഫിയർ വായിക്കാം കേട്ടോ.
ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാമോ? മഞ്ജു വായിച്ചോടാ. വായിക്കട്ടെ. ആരാ വായിച്ചോട്. മഞ്ജു രാകേഷ് അല്ലേ പറഞ്ഞത്? വേറെ ആരോ പറഞ്ഞായിരുന്നു അതിന്റെ ഇടയ്ക്ക്. അത് കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം. ഓക്കെ, നെക്സ്റ്റ് പിയർ ഗ്രൂപ്പ് വായിച്ചോടാം. ഓക്കെ. മഞ്ജു രാകേഷ് വായിച്ചോടാ. രണ്ടുപേരില്ലേ? മഞ്ജു ആരാണ്? ആരാ വായിക്കുന്നേ? വായിച്ചു കൊടുക്കും. തുടങ്ങി സ്റ്റാർട്ട് ചെയ്തോടാ. Okay. The healthy and continuous atmosphere of the school always result in the balanced emotional growth of children. The physical facilities of the school, circular and co-curricular activities, method of the teaching, nature of discipline and the relationship among the member of the staff and the head of the institution. Pupil teacher relationship also affect the emotional development of children. ഓക്കെ. നമ്മുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ വളരെയധികം കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വരുമ്പോ നമ്മൾ പറഞ്ഞ പോലെ സ്കൂളിലെ ഫിസിക്കൽ ഫെസിലിറ്റീസ്, കരിക്കുലർ നോൺ കരിക്കുലർ ആക്ടിവിറ്റി, ടീച്ചിങ് മെത്തേഡ്സ്. നമുക്ക് ചിലപ്പോ ചില ടീച്ചിങ് മെത്തേഡ് ഇഷ്ടാവില്ല അല്ലെ? മെത്തേഡ് ഓഫ് ടീച്ചിങ് ചിലപ്പോ ഇഷ്ടാവില്ല. ചിലപ്പോ ആ ടീച്ചറിനോടുള്ള ദേഷ്യം കാരണം സബ്ജക്ട് നമ്മൾ വെറുത്തു പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില മാത്സ് ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് നമ്മൾ മാത്സ് ഇഷ്ടമല്ലാണ്ടായി പോയ പോലെ അങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അത് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിന്റെ ഡിഫറൻസിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഇഷ്ടം കൂടും. എനിക്ക് സോഷ്യൽ എന്ന് പറയുന്ന സബ്ജക്ട് അത്യാവശ്യം ടഫ് അല്ലേ? അപ്പൊ സോഷ്യൽ എനിക്ക് ആദ്യം ഭയങ്കര ടഫായിരുന്നു, സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങളുടെ മിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഞങ്ങള് കുറച്ച് പേരായിരുന്നു ഇംഗ്ലീഷ് മീഡിയത്തിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്തു തരും. ഓരോ ടോപ്പിക്കും പോയിന്റ് ആക്കി തരും, അത് പഠിച്ചാൽ മതി എന്ന് പറയും. മിസ്സിന്റെ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ മിസ് എന്ത് ചെയ്യുമെന്ന് അറിയാവോ? നമ്മൾ എക്സാമിന് എത്ര എഴുതിയാലും എത്ര നന്നാക്കി എഴുതിയാലും മിസ് 23 ഇടുള്ളൂ. ഞാൻ 8th മുതൽ സോഷ്യൽ ആ മിസ് തന്നെ ഞങ്ങൾക്ക് എടുക്കുന്നത്. ഞാൻ 8th മുതൽ 10th മോഡൽ എക്സാം വരെ ഞാൻ പാസ്സായിട്ടില്ല സോഷ്യൽ എന്ന് പറയുന്ന സബ്ജക്റ്റിന്. ഞാൻ 8th മുതൽ 10th മോഡൽ എക്സാം വരെ ഞാൻ പാസ്സായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരാളെ മാത്രം ഫെയിൽ ആക്കുമ്പോഴായിരിക്കുമല്ലോ ആ പ്രശ്നമുള്ളൂ. മിസ് 23 ഇടുള്ളൂ. 23 ഇട്ടിട്ട് എന്റെ പാരന്റ്സ് വീട്ടിൽ നിന്ന് വരൂലേ, അപ്പം പാരന്റ്സിനോട് പറയുകയും ചെയ്യും, ഞാനേ അവർക്ക് 23 മനഃപൂർവ്വം ഇട്ടാണ്, അവർക്ക് അതിനേക്കാളും നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം കുറച്ചിട്ടിരിക്കുന്നതാണ്. വെച്ചാൽ നമ്മളിപ്പോ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ മിസ് ഇടാ 1 മാർക്ക് ആയിരിക്കും, അങ്ങനെ കുറച്ചിടും. പക്ഷെ എന്താണ്, എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മാർക്ക് ഉണ്ടായിരുന്നു. എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് സോഷ്യൽ. കാരണം സോഷ്യൽ പഠിക്കാനും പഠിപ്പിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ സബ്ജക്റ്റിനോട് നല്ല താല്പര്യമുണ്ട്. ആ മിസ്സിന്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് വളരെ ഇഷ്ടമാണ്, പഠിപ്പിക്കുന്ന രീതി ഇഷ്ടമാണ്, ആ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളും ഇഷ്ടമാണ്. ഞാൻ പാസ്സായെന്ന് പറഞ്ഞത് 10th മോഡൽ എക്സാമിനാണ് ആദ്യമായിട്ട് സോഷ്യലിൽ പാസ്സായത്. 23.5. എന്നാ നീ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, ഒരു 1/2 മാർക്ക് കൂടി പിടിച്ചോ, നീ പാസ്സായിരിക്കുമെന്ന് പറഞ്ഞിട്ട് 23.5 ഇട്ട് എന്നെ പാസ്സാക്കിയിരിക്കുന്നു. എന്നിട്ടും നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ അപ്പൊ തന്നെ പാരന്റ്സിനെയും വിളിച്ച് കംപ്ലൈന്റും കാര്യങ്ങളും പറയുമായിരുന്നു. എന്റെ പാരന്റ്സും അല്ലെങ്കിൽ ഞാനോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാം. കാരണം നമുക്ക് മാർക്കിനേക്കാൾ ഇമ്പോർട്ടന്റ് നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ലേൺ ചെയ്യുന്നുണ്ട് ഇല്ലേ, അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൊടുക്കുന്നത്. നല്ലൊരു ടൈം ആയിരുന്നു സ്കൂൾ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും ഓർക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കുമല്ലോ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ. നമ്മുടെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് കാര്യങ്ങളിൽ എല്ലാത്തിലും നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സ് അല്ലെ. നമ്മൾ ആദ്യം ചിലപ്പോ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മള് ഭയങ്കര ഭയങ്കരമായിട്ട് എല്ലാവരും
നമ്മൾ സാധാരണ നമ്മുടെ പാരന്റ്സ് നമ്മളുടെ അഭിപ്രായത്തിന് നമ്മൾ എന്ത് ചെയ്യില്ല, വലുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല പണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സ് കുറച്ചും കൂടി നന്നായിട്ട് അഭിപ്രായങ്ങൾ കൊടുക്കും. പക്ഷെ നമുക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പില്. നമുക്ക് നമ്മളുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം. അത് അവർ അക്സെപ്റ്റ് ചെയ്യും, നമ്മളുടെ തോട്ട്സും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമുക്കൊരു അക്സെപ്റ്റൻസ് ഫീൽ ചെയ്യും. പക്ഷെ നമ്മളുടെ അഭിപ്രായങ്ങളും കൂടി അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവള് പറഞ്ഞ കാര്യം നല്ലതാണ്, അവള് പറഞ്ഞ പോലെ ചെയ്യാം, ചിന്തിക്കുകയാണ് അവര്. അപ്പൊ ആ ഒരു പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. പിന്നെ നമ്മളുടെയൊക്കെ ചെറുപ്പത്തില് എങ്ങനെയായിരുന്നു, സ്കൂളില് ഇന്റർവെല്ലിന്റെ സമയത്ത് ചില ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അതൊക്കെ നല്ലൊരു ഇമോഷൻ അല്ലെങ്കിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഞങ്ങള് താമസിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ഒരു നമ്പൂതിരിക്കുട്ടി ഉണ്ട്. അവൾ ഒന്നും കഴിക്കില്ല, നോൺ വെജ് ഒന്നും കഴിക്കില്ല. ഞങ്ങൾ പറയും നോൺ വെജ് ഉള്ള ദിവസങ്ങളിൽ അമ്മനോട് പറഞ്ഞിട്ടാവും, നോൺ വെജ് ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ട് അവൾക്ക് കഴിക്കാൻ പാടില്ല. നോൺ വെജ് ഉണ്ടെങ്കിൽ അമ്മ നേരത്തെ പറയും നോൺ വെജ് ഉണ്ട് ട്ടാന്ന് പറയും. അപ്പൊ അവളോട് പറയും നോൺ വെജ് ഉണ്ട് ട്ടാ, അപ്പൊ നീ കഴിക്കണ്ടെന്ന് പറയും. അതേപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു മുസ്ലിം കുട്ടി ഉണ്ട്. അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒപ്പം എപ്പോഴും നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ അവളായിരിക്കും കൂടുതൽ കൊണ്ടുവരുന്നത്. നോണും കാര്യങ്ങളൊക്കെ അവളായിരിക്കും കൂടുതൽ, ചോറും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. നെയ്ച്ചോറ് കൊണ്ടുവരാണെങ്കിൽ എക്സ്ട്രാ കൊണ്ടുവരും, ഞങ്ങൾക്ക് കൂടി കൊണ്ടുവരും. അതുപോലെയൊക്കെ അവള് കൂടുതൽ കൊണ്ടുവരും. പക്ഷെ അവള് നോമ്പ് എടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമാവും. കാരണം വെച്ചാല് അത്രയും ദിവസം വരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് കളിച്ച് അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ തമാശയൊക്കെ പറഞ്ഞ ആള് മാറി നിൽക്കുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ അവള് തന്നെ പറയും എന്നുവെച്ചാല് എനിക്ക് ഞാൻ നോമ്പ് എടുക്കുന്ന വെച്ചാല് എന്റെ ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിനോടുള്ളത്, നിങ്ങളത് ബാധിക്കൊന്നുമില്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കും എന്നാലും ഒരു ഇമോഷണലി ഒരു വിഷമാണത്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ലേൺ ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ്, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ സീക്രറ്റ്സ് കോൺഫിഡൻസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെന്താണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അതേപോലെ തന്നെ ഒത്തിരി കാര്യം ഷെയറിങ് ഹാബിറ്റ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന് ലേൺ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം നമ്മൾ കൂടുതൽ ഒരുപാട് സോഷ്യലബിൾ ആകും. നമ്മൾ സോഷ്യലബിൾ ആകുന്നത് ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുമ്പോഴാണ്. ഒരുപാട് സംസാരിക്കാൻ തുടങ്ങുന്നത് നമ്മൾ ഫ്രണ്ട്സിനോടായിരിക്കും. പാരന്റ്സിനോടും അതേപോലെ നമ്മുടെ സിബ്ലിങ്സിനോടും കൂടുതൽ സംസാരിക്കുന്നതിലും കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കും അല്ലെ. ക്ലാസ്സിൽ പോലും എന്തോരം വഴക്ക് കേട്ടിട്ടുണ്ടാവും, മിണ്ടാതിരുന്നോടെ എന്നും പറഞ്ഞിട്ട്. നിങ്ങൾ എപ്പോഴും അതേ വർത്താനം പറച്ചിലാണെന്ന് പറഞ്ഞ് വഴക്ക് കേട്ടിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ആ ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടി കൂടുതൽ സോഷ്യലബിൾ ആകുന്നത് എപ്പോഴാണ്? ഈ പിയർ ഗ്രൂപ്പ് റിലേഷൻസിലൂടെയാണ്. ചില കുട്ടികൾക്ക് ഇനി സോഷ്യൽ റിലേഷൻഷിപ്പ് കുറവുള്ള ഫ്രണ്ട്സ് കുറവുള്ള കുട്ടികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ പറയും ഒരുപാട് കൂട്ടുകെട്ടുകളൊന്നും നല്ലതല്ല, പക്ഷെ എന്നാലും എന്റെ പരിചയത്തിലൊരു കുട്ടിട്ടാ, ആ കുട്ടിക്ക് ഫ്രണ്ട്സ് ആരുമില്ല. കോമഡിയാണ്, അത്യാവശ്യം വലിയൊരു ആളാണ്, അത്യാവശ്യം വലിയൊരു കുട്ടിയാണ്. അപ്പൊ അവന് ഫ്രണ്ട്സ് ആരുമില്ല. ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ആരുമില്ല, നമ്പർ ഓഫ് ഒരു ഫ്രണ്ടും ഇല്ല. അപ്പൊ ഈ ഒരു ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനിൽ ഒരുപാട് സോഷ്യൽ ഡെവലപ്മെന്റ് ഒന്നും സംഭവിക്കേണ്ട പ്രായത്തില് സംഭവിച്ചിട്ടില്ല. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ കുട്ടി കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ആണ്. അവൾക്ക് ഫ്രണ്ട്സ് വളരെ കൂടുതലാണ്. അവൾ ചെറുപ്പം മുതലേ നല്ല രീതിയിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഒരുമിച്ച് പഠിച്ച കുട്ടികള് അവരായിട്ട് നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഈ ചെക്കനെ നോക്കുമ്പോ എന്താണ്, ഈ ചെക്കൻ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ഒരു മാലഡ്ജസ്റ്റ്മെന്റ്. കാരണം അവന് ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയില്ല, ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂവും കാര്യങ്ങളും ഒന്നും എൻജോയ് ചെയ്യാതെ വളർന്നു വന്നൊരു കുട്ടിയാണ്. പിന്നെ പാരന്റ്സ് വിട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഫ്രണ്ട്സ് കളിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് അല്ലെങ്കിൽ കൂടെ ഫ്രണ്ട്സിനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പാരന്റ്സ് അലൗ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിന്റെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തൊരു എപ്പോഴും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പൊ ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചെക്കിനെ കാര്യങ്ങൾ മനസ്സിലായി. കാരണം എല്ലാവരും വളർന്നു വരുന്ന സാഹചര്യം സെയിം അല്ലല്ലോ, ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ ആയിരിക്കും കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പൊ നമ്മള് ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുവെച്ചാൽ കുറച്ചും കൂടി സോഷ്യലബിൾ ആയാൽ മാത്രമേ കുട്ടികളുടെ ഡെവലപ്മെന്റും കാര്യങ്ങളും എന്ത് ചെയ്യുള്ളൂ, കൂടുതൽ പ്രോപ്പർ ആവുള്ളൂ. ഇമോഷണൽ ഡെവലപ്മെന്റിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളും കുറച്ചുകൂടി സോഷ്യലബിൾ ആകുക, സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ആക്ട് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയി മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും അതേപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം നമുക്ക് വേണം. ഓക്കെ, ആരാണ്? മഞ്ജു രാജ്.
ആണ് പിയർ ഗ്രൂപ്പ്സ് വായിക്കുന്നത് കേട്ടോ. ഇത് വായിക്കട്ടെ. റീഡ് ചെയ്തോടാ. Peer group. The peer group relationship paves way for social development of the child and thereby his emotional development. The more social the child is, the more emotionally adjustable he will prove. Socially discarded and maladjusted children will always face difficult emotional problems. അപ്പോ ഞാൻ ആ കുട്ടിയിൽ കണ്ടത് ഈ മാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സോഷ്യലി അധികം സോഷ്യലബിൾ അല്ലാത്തൊരു കുട്ടിയിൽ കാണുന്ന ആ ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ കുട്ടിയിൽ കണ്ടത്. അപ്പൊ നല്ല കുട്ടിയിൽ അതിനെ സംസാരിച്ചു ഒരിടത്ത്. ഇനി കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ് റിലേഷൻഷിപ്പ് സൂപ്പർ ആയിരിക്കും അല്ലെ. നമ്മുടെ ഇന്നത്തെ അല്ല, ഇന്ന് ചിലപ്പോ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലെ വ്യക്തിയുടെ പേര് പോലും നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തില് എന്താ പറയാ, നൈബർഹുഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിങ്ങളുടെയും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു അല്ലെ. നമ്മള് വെക്കേഷൻ ആകുമ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും നൈബർഹുഡും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു, കളിക്കുന്നു, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെ ഇമോഷണൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെ. ഒരു നല്ല ഫിയർലെസ് ആയിട്ടുള്ള എന്താ പറയാ എൻകറേജ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിട്ട് വളരുന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ വേണം ജീവിക്കാനായിട്ട്. പണ്ട് നമ്മളുടെ പാരന്റ്സിനൊക്കെ നമ്മളെ മറ്റു വീടുകളിലേക്ക് കളിക്കാൻ വിടാനോ അല്ലെങ്കിൽ അവര് ഇവിടെ വന്ന് കളിക്കാനോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമുക്ക് പേടിയല്ലേ നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് വിടാനായിട്ട്. എനിക്കുണ്ട് പേടി. കാരണം എന്റെ കൺമുമ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി പേടിയാണ്. കാരണം എന്താണ്, നമ്മുടെ സൊസൈറ്റി അത്ര സേഫ് ഒന്നല്ല നമ്മൾ പറയുന്ന പോലെ. ആ ഒരു അൺസേഫ്റ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത്. അപ്പോ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കുട്ടികൾക്ക് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി കുട്ടികൾ കളിക്കേണ്ടതാണ്, ആ ഒരു ഏജില് അവർ കളിക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു ഏജിൽ അവർക്ക് ഒരു അഡൾട്ടിന്റെ സൂപ്പർവിഷനിൽ അവർ കളിച്ചോട്ടെ. ഞാൻ ഇപ്പോഴും പറയും, വീട്ടിലേക്ക് വന്ന് കളിക്കണോണ്ട് എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാനുള്ളപ്പോഴാണെങ്കിൽ അവർ വന്ന് ഇവിടെ കളിക്കുന്നതിന് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. കാരണം മോളെ വീടിനേക്കാളും എനിക്കിഷ്ടം അവളെ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് ടെൻഷനുള്ള പോലെ തോന്നുന്നു. അത് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നമാണ്. നമ്മൾ വായിക്കുന്ന ന്യൂസുകള്, നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മള് ഫീൽ ചെയ്യുന്നത്. അപ്പോ അതേപോലെ നൈബർഹുഡ് റിലേഷൻഷിപ്പ് നമുക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ടാവും അല്ലെ. ഇപ്പോ വരാൻ പോകുന്നത് ക്രിസ്മസ് അല്ലേ. എന്റെ ഒരു നൈബർഹുഡ് എന്ന് പറയുമ്പോൾ ഞാനായിരുന്നു ആ ഭാഗത്ത് ആദ്യം ഒരു ഹിന്ദു കുട്ടി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മാത്രമേ ഉള്ളൂ ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത്. ബാക്കി 4 വശവും ക്രിസ്ത്യൻസാ. 4 വശം എന്ന് പറഞ്ഞാല് അതിന് ചുറ്റും ഫുൾ ക്രിസ്ത്യൻസ്, ഞങ്ങൾ മാത്രമുള്ള ഹിന്ദുക്കള്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചതും ഒരു കോൺവെന്റ് സ്കൂൾ പോലെയാ. അപ്പൊ അവിടെ എന്ന് വെച്ചാല് അതും ഒരു ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന ഒരു സ്ഥാപനമാണല്ലോ. അപ്പൊ കൂടുതലും എനിക്കൊരു ഇഷ്ടവും കാര്യങ്ങളും ഏതിനോടാ, ക്രിസ്ത്യാനിറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ഫെസ്റ്റിവൽസും കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. പെരുന്നാൾ ഇഷ്ടമാണ്, ഈസ്റ്റർ ഇഷ്ടമാണ്, അതേപോലെ തന്നെ എന്താണ് ക്രിസ്മസും വളരെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് വെച്ചാൽ ക്രിസ്മസ് ആയി കഴിഞ്ഞിട്ടെങ്കിൽ എല്ലാ വീട്ടിലും കേക്ക് ഉണ്ടാവും. വീട്ടില് കേക്കിന്റെ ഫുൾ കേക്ക് ആയിരിക്കുള്ളൂ, മൊത്തം കേക്കും വൈനും. ഡിഫറെന്റ് കേക്ക് ടേസ്റ്റ് ഡിഫറെന്റ് വൈനായിരിക്കും വരുന്നത്. അപ്പൊ അവര് തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യണതാ. അതേപോലെ ഞങ്ങളുടെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ ഞങ്ങൾ അങ്ങിടും. അതേപോലെ തന്നെ ആ ഒരു എന്താ പറയാ നല്ലൊരു റിലേഷൻഷിപ്പും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു രസമായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. പക്ഷെ എന്റെ ഇവിടേക്ക് വന്നതിന് ശേഷം ഇവിടെ ഞങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ ഫുൾ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. അവിടെ ക്രിസ്ത്യൻസ് ആരുമില്ല. അപ്പൊ ഞാൻ പള്ളിയിലൊക്കെ പോകുമ്പോ അവരെന്തോ പോലെ നോക്കും, കുട്ടി എന്താ പള്ളിയിൽ പോകുന്നേ, അവരത് അത്ഭുതം കണ്ട പോലെ. ഞാൻ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് പള്ളിയിൽ പോകണമെന്ന് പറയുമ്പോ എന്താണ് ഈ കുട്ടി പള്ളിയിൽ പോകണമെന്നൊക്കെ ആലോചിക്കും. ഞാൻ വളർന്നു വന്നിരിക്കുന്ന സാഹചര്യം അല്ലല്ലോ ഇവിടെ ഉള്ളത്. ആദ്യമൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് മനസ്സിലായി ഇവിടെ ഇങ്ങനെയാണ്. ഞാൻ പള്ളിയിലാണെങ്കിൽ പള്ളിയിലും പോകും, അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിലും പോകും. നമുക്ക് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നൈബർഹുഡ് റിലേഷൻഷിപ്പ് നമ്മൾ ഒരുപാട് നല്ല ഓർമ്മകൾ ക്രിയേറ്റ് ചെയ്യാനും നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ട നല്ലൊരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹം, അത് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പണ്ട് നമ്മളിപ്പോ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിയാണെങ്കിൽ നമ്മൾ സൈക്കിൾ ഇപ്പോ
അങ്ങനെ ബ്രേക്കോ അല്ലെങ്കിൽ എയർ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നു വരുന്നത് വീട്ടിലുള്ള അമ്മ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ പാലയത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ അത്യാവശ്യം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ ഇല്ല, എന്നാലും അത്യാവശ്യം ദൂരമുണ്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോ അമ്മ അവിടെ അറിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ എത്താറായി എന്നുള്ളത്. അല്ലെങ്കിൽ ഞാനിപ്പോ നടന്നാ വരുന്നത്, അല്ലെങ്കിൽ സൈക്കിള് കംപ്ലൈന്റ് ആണെന്നുള്ള കാര്യം ഞാൻ എത്രയേക്കാളും മുമ്പ് അമ്മ അറിഞ്ഞിട്ടുണ്ടാവും. അതെങ്ങനെയാണ്? അന്ന് ആൾക്കാർ തമ്മിൽ നല്ല കോണ്ടാക്ട്. കാരണം മോൾക്ക് എന്ത് പറ്റിയെന്ന് ഒരു വെല്ലിച്ചൻ ചോദിച്ചിട്ട് പോയിട്ടുണ്ടാവും. സൈക്കിളിനായിരിക്കും. വെല്ലിച്ചൻ പോയിട്ട് അമ്മനോട് പറയും, അവള് വൈകൂട്ടാ, അവള് നടന്നാണ്ടാ വരുന്നത് എന്ന്. ഇന്ന് ആരെങ്കിലോട് സംസാരിക്കാൻ സമയമുണ്ടോ? എല്ലാവരും ഫോണിലാണല്ലേ. പണ്ടത്തെ ആ ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു. പണ്ട് നമ്മളുടെയൊക്കെ വീടിന്റെ അടുത്ത് ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ, പബ്ലിക് ടാപ്പ് ആയിരുന്നല്ലോ അന്ന്. വീട്ടിലേക്ക് പൈപ്പ് കണക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ടൈം ആണെങ്കിൽ പബ്ലിക് ടാപ്പിന്റെ ചുറ്റും വന്നിട്ട് എല്ലാവരും കൂടി വർത്താനം പറയും. അങ്ങനെ ആരെങ്കിലും വെള്ളം പോയി പിടിച്ചിട്ടുണ്ടോ? Yes, miss. ഓക്കെ. അപ്പോ അവിടെ ഒരു ഭയങ്കര സംസാരവും എല്ലാവരും തമ്മിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു, ഒക്കെ നല്ല ഓർമ്മകളാണ്. അപ്പൊ നൈബർഹുഡ് റിലേഷൻഷിപ്പ് നല്ലതാണ്. കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് നൈബർഹുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റീഡ് ചെയ്യാട്ടോ. ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം മാം. The community and neighborhood. The child picks up so many traits of his emotional behavior from his premises. The brave community is sure to give birth to fearless and courageous children, whereas children growing in an emotionally polarized community exhibit emotional instability and emotional susceptibility. എന്നത് നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ഇമോഷൻ ഡെവലപ്മെന്റും കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. അല്ലാത്തൊരു സമൂഹത്തിലാണ് വളർന്നു വരുന്നതെങ്കിൽ ആ കുട്ടി ഇൻസ്റ്റെബിലിറ്റി, ഇമോഷണൽ സസ്റ്റൈനബിലിറ്റി ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. നമ്മളിവിടെ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് സമൂഹത്തെയാണ്, സൊസൈറ്റിനെയാണ്. സൊസൈറ്റിയുടെ മറ്റൊരു പേരാണ് കമ്മ്യൂണിറ്റി ട്ടാ. ഓക്കെ, നിങ്ങള് അത് ഡൗട്ട് വരണ്ട. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി തന്നെയാണ് ട്ടാ. ഒന്ന് റീഡ് ചെയ്ത് നോക്കാമോ? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് പറയണോ കേട്ടോ. ഇന്ന് ഞാനൊരു ടാസ്ക് തരട്ടെ. ഓക്കെ, ഞാൻ എന്റെ ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ? നിങ്ങളുടെ ഓർമ്മയില് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടീച്ചർ? ആ ടീച്ചറിനെ കുറിച്ച് നമുക്കൊന്ന് ഷെയർ ചെയ്താലോ?
ഓക്കെ അല്ലേ? അപ്പോ ഓരോരുത്തരും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചറിനെ കുറിച്ചിട്ട് നമുക്ക് ഇനിയുള്ള ടൈമിൽ സംസാരിക്കാം. ഓക്കെ, ആരാ ഫസ്റ്റ് പറയുന്നേ? സുബിയാണോ? ഓക്കെ മാം. പറഞ്ഞോടാ. എന്റെ ഫേവറേറ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ 11th 12th ഒരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത്, ഗവൺമെന്റ് ബോർഡിംഗ് സ്കൂളില്. അപ്പം ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അപ്പൊ അവിടെ ഡേ സ്കോളേഴ്സും ഉണ്ടായിരുന്നു, ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു എക്കണോമിക്സിന്റെ മിസ് ഉണ്ടായിരുന്നു, മിസ് ചന്ദ്. ഷീ ഈസ് എ നോർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ. സോ പുള്ളിക്കാരത്തി എനിക്കറിയത്തില്ല എന്തുവാണെന്ന്, എവ്രി വൺ വാസ് ഹർ ഫാൻ because she was an air hostess. After that she became a teacher once her husband died. So അങ്ങനെ മാമിന്റെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മാം ടീച്ചർ ലൈനിൽ വന്നു, പഠിപ്പിച്ചു. പിന്നെ ടീച്ചിങ്, അപ്പൊ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, അവരുടെ ഡ്രസ്സിങ് സെൻസ്, ഹെയർ, അവരുടെ മേക്കപ്പ്, ഫുൾ ബോഡി വാസ് വെരി അട്രാക്റ്റീവ്. വി നോ na, ലൈക്ക് എയർ ഹോസ്റ്റസിനൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്വയമായിട്ട് കാണാൻ മനസ്സില്ലാത്ത ആൾക്കാർ പോലും കണ്ടുപോകും. അപ്പം അവർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. സോ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ഞാൻ സ്കൂളിൽ വന്നപ്പോൾ നമുക്ക് ഓരോരോ ദിവസം എല്ലാവർക്കും ഓരോരോ ആക്ടിവിറ്റി മാം തരുമായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ എനിക്ക് തന്ന ആക്ടിവിറ്റിയിൽ മാം പറഞ്ഞായിരുന്നു, നമ്മൾ ബിക്കോസ് നമ്മൾ സ്കൂൾ പുതിയ ഡ്രസ്സ് കിട്ടുന്ന മുമ്പേ നമ്മൾ പഴയ യൂണിഫോം ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് അവിടെ നമുക്ക് നേരത്തെ സ്കൂളിൽ എനിക്ക് ഷർട്ടും സ്കേർട്സ് ആയിരുന്നു. അപ്പൊ അവിടെ പോയപ്പോൾ അവിടെ ചുരിദാറാ, ടോപ്പും പാന്റും ചുരിദാർ പോലെ. അപ്പൊ അത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ മാം എന്നോട് ചോദിച്ചു, ആർ യു കംഫർട്ടബിൾ ഇൻ ദിസ് യൂണിഫോം? അപ്പൊ ഞാൻ പറഞ്ഞു യെസ് മാം, ബിക്കോസ് ഫ്രോം ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ലൈക്ക് 10 years ഐ എം വിയറിംഗ് ദിസ് സ്കേർട്ട് ആൻഡ് ഷർട്ട്, സോ ഐ എം മോർ കംഫർട്ടബിൾ ഇൻ ദിസ് തിങ്. സോ മാം അപ്പോഴാ മാമിന്റെ എക്സ്പീരിയൻസ് പറയുന്നത്. മാമിന്റെ ചെറുപ്പത്തിൽ, മാമിന്റെ കല്യാണത്തിന് മുമ്പേ മാം എയർ ഹോസ്റ്റസ് ആയിരുന്നു, ഷോർട്ട് ഡ്രസ് ആയിരുന്നു, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ അവര് ജസ്റ്റ് ബിക്കോസ് ഓഫ് അവർ ബോഡി ലാംഗ്വേജ് വി വർ മോർ അട്രാക്റ്റീവ്. അപ്പൊ പുള്ളിക്കാരത്തി എന്തോ ഉണ്ടാക്കിക്കൊണ്ട്, മീൻസ് എപ്പോഴും നോർമലി ഞാൻ എന്റെ വീട്ടിൽ പോകാറില്ലായിരുന്നു. ഇപ്പൊ സ്കൂളിൽ ലീവ് കിട്ടിയാൽ പോലും ഞാൻ ഹോസ്റ്റലിൽ അവിടെ കിടക്കും, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അവിടെ. അപ്പം മാം എപ്പോഴും ചോദിക്കും, സുബി വീട്ടിൽ പറഞ്ഞോ ലീവാണ് ആകാൻ പോയില്ലെങ്കിൽ 3 ദിവസം, ഇല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ലീവാണ്, മോൾ വീട്ടിൽ പോകുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയും ഇല്ല മാം പോകുന്നില്ല, ബിക്കോസ് അവർ ഇത്രയും ദൂരത്തിന് വരണം, പിന്നെ എന്നെ വിടാൻ വരണം, അപേക്ഷ എഴുതണം, അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യും. അപ്പം മാം എല്ലാം വീക്കെൻഡ്സിൽ മൺഡേ വരുമ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കൊണ്ടുവരും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പൊ ഹോസ്റ്റലിൽ പഠിക്കുന്ന മാമിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഹോസ്റ്റലേഴ്സിന് വേണ്ടി കൊണ്ടുവരും. നോർമൽ ലൈക്ക് ചിക്കൻ ഉണ്ടാക്കിയിട്ട് വരും, ഇല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ആയിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ നഗറ്റ്സോ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പൊ അത്രയും സ്പെഷ്യൽ ആയിട്ട് മാം നമ്മളെ, മീൻസ് പേരൻസിനോട് മാറി താമസിച്ചിട്ടും നമുക്ക് ആ പേരൻസിന്റെ ആ ഒരു ഫീൽ മാം ഒരിക്കലും നമുക്ക് ഇത് ചെയ്തിട്ടല്ല. അതുപോലെ തന്നെ മാം സ്പെഷ്യൽ ടൈം നമ്മളുടെ അടുത്ത് ഹോസ്റ്റലിൽ വന്നിട്ട് നമ്മളുടെ ബെഡിന്റെ അവിടെ വന്നിട്ട് നമ്മളോട് ചോദിക്കും എന്തോ വേണ്ടിയ, എന്തെങ്കിലും കേസ് നമുക്ക് ഫിനാൻഷ്യലി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാമോട് ഷെയർ ചെയ്യുമ്പോൾ മാം അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അത് കൂടാതെ മാം ഒരു സ്പെഷ്യൽ ഹെൽപ്പ് എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ 12th കഴിഞ്ഞിട്ട് തന്നെ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന മുമ്പേ എനിക്ക് ജോലി കിട്ടി. ഒരു BPO ഞാൻ ജോലിക്ക് കയറി. മീൻസ് ഫിനാൻഷ്യൽ കണ്ടീഷൻ അങ്ങനെ അല്ലായിരുന്നു വീട്ടില്. അപ്പം ആ സമയത്തിൽ ഞാൻ മാമിനോട് കോണ്ടാക്ട് ആയിരുന്നു. ഇപ്പോഴും ഞാൻ മാമിനോട് കോണ്ടാക്ട് ഇല്ല. അപ്പം എന്റെ ലൈഫിൽ എത്രയോ ചേഞ്ചസ് ഉണ്ടായത് അതെല്ലാം മാമിനോട് ഷെയർ ചെയ്യും. ഓരോരോ ലൈഫിലെടുത്ത എല്ലാ സ്റ്റെപ്പിന് മാമിന്റെ ആയുള്ള അഡ്വൈസ് തരും. അപ്പൊ പുള്ളിക്കാരത്തി എത്ര ബിസി ആയാലും ചിലപ്പോ ഒരു ദിവസം, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് എപ്പോഴും പറയും, നമ്മളുടെ കാര്യം പറയുമ്പോൾ മാം മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ഒരു എപ്പോഴും എന്റെ മെമ്മറിയിലുള്ള ഒരു പുള്ളിക്കാരത്തി. ഇപ്പം ഞാനിപ്പോ നാട്ടിൽ വന്നിട്ട് തന്നെ 5 വർഷമായി. എന്റെ ഫോൺ നമ്പർ ചേഞ്ച് ആയി, പക്ഷെ എന്നിട്ടും ഞാൻ മാമിന്റെ ഫോൺ നമ്പർ എനിക്ക് മെമ്മറിയിലുണ്ട്. എന്റെ അപ്പനും അമ്മയുടെ ഇല്ല, പക്ഷെ മാമിന്റെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു മീൻസ് ക്ലോസ് റിലേഷൻഷിപ്പ്, ഐ ക്യാൻ സേ മോർ ദാൻ മൈ പേരൻസ്. ആ പുള്ളിക്കാരത്തി മീൻസ് ആ മാം എനിക്ക് ഒരു എന്റെ ലൈഫിൽ മാം ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ലൈഫിന്റെ ലാസ്റ്റ് അന്ത്യം വരെ എനിക്ക് ആ ഒരു ആ കെയർ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
ബിക്കോസ് ഞാൻ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പൊ പുള്ളിക്കാരത്തിയുടെ കെയർ ഓഫിലാണ് ഞാൻ കോളേജിലും അഡ്മിഷൻ എടുത്ത്. ഡ്യൂവിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു. അപ്പം കോളേജിന്റെ കൂടെ തന്നെ ഞാൻ ജോബ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ വീക്കെൻഡ്സിൽ, അപ്പം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ എനിക്ക് അവധിയായിരുന്നു. അപ്പോൾ മാമിന്റെ വീട് മീൻസ് എന്റെ വീട് എന്ന് പറഞ്ഞാൽ ഗാസിയാബാദ് ആയിരുന്നു. അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് അറ്റ്ലീസ്റ്റ് 3 hours ഡിസ്റ്റൻസ് ഉണ്ട് മാമിന്റെ വീട്. ഹരിയാന സൈഡിലായിരുന്നു മാമിന്റെ വീട്. അപ്പൊ അവിടെ പോയിട്ട് മാം എനിക്ക് വേണ്ടി എല്ലാം ലൈബ്രറിന്ന് ബുക്സ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട്, ബിക്കോസ് മാം ഇപ്പം ഒരു പ്രിൻസിപ്പലാ, അന്നും ഒരു പ്രിൻസിപ്പൽ ആയിരുന്നു കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. ബിക്കോസ് നമ്മൾ 12th പാസ് ഔട്ട് ചെയ്യുന്ന സമയത്തിൽ മാം പ്രൊമോട്ട് ആയി. അപ്പൊ മാമിന്റെ റെഫറൻസിന്റെ കൂടെ മാം കോളേജിൽ നിന്ന് ബുക്ക് ഇഷ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് എനിക്ക് തരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പുള്ളിക്കാരത്തെ മറക്കാൻ പറ്റത്തില്ല. ഓക്കേടാ. ഓക്കെ, ഇനി ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ച് പറയുന്നത്? ആർക്കും ഫേവറേറ്റ് ടീച്ചർ? എന്നെ കുഞ്ഞുനാളില് പ്രീ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വീടിന്റെ അടുത്ത ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചർ 2 കൊല്ലം നല്ല രീതിയിൽ എല്ലാം പഠിപ്പിച്ചു. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടീച്ചർമാരും ഫേവറേറ്റ് ആണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നല്ലോണം എല്ലാവരോടും മിങ്കിൾ ചെയ്യണോണ്ട് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടീച്ചർ എല്ലാവരും എന്റെ മെമ്മറിയിൽ ഇപ്പൊ ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടീച്ചർ ഇല്ല. എനിക്ക് എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. അവരിപ്പൊ എന്നെ ആരെങ്കിലും അവിടെ വെച്ച് കാണണമെങ്കിൽ ഞാൻ ഓടിപ്പോയി മിണ്ടും. അങ്ങനെയാണ്. ദേഷ്യം എന്ന് പറയാൻ എനിക്ക് ആരോടും അങ്ങനെ ഇല്ല. നമ്മൾ നന്നാവാൻ വേണ്ടിയല്ലേ അവർ ഓരോ സമയത്ത് ഓരോന്ന് ഇതാക്കണത്. അതുകൊണ്ട് അങ്ങനെ ഒരു ദേഷ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച എല്ലാവരും എനിക്ക് ഫേവറേറ്റാ. ഓക്കെ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഓക്കേടാ. അയന? മാം, എനിക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മാത്സ് പഠിപ്പിച്ച ഒരു ടീച്ചറായിരുന്നു. ലില്ലി എന്നാണ് പേര്. പക്ഷെ ഞങ്ങൾ ആദ്യം ചെന്നപ്പോ തന്നെ ഭയങ്കര പരസ്പരം കണ്ണിന് നേരെ കണ്ടുകൂടാത്ത ശത്രുക്കളെ പോലെ ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ 4ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചു. CBSE എന്ന് പറയാം. പക്ഷെ ആ സ്കൂള് പൊളിഞ്ഞ് പളിസാന്ന് പറയില്ല, അതേ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ അവിടെ പഠിക്കുന്നത്. അപ്പൊ അവിടെ പഠിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം മാർക്കും ഉണ്ടായിരുന്നു. ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. അപ്പൊ എന്റെ വിചാരം എനിക്കെല്ലാം അറിയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പുതിയ സ്കൂളിലേക്ക് ചേരണേ. പുതിയ സ്കൂളിൽ ചെന്നപ്പോൾ നമ്മുടെ ഒപ്പമുള്ള ഫ്രണ്ട്സും ഒന്നുമില്ല. അവിടെ ഓൾറെഡി മൂർക്കനാട് തന്നെ പഠിച്ച് വന്ന കുട്ടികളുണ്ടാവുമല്ലോ, LP പഠിച്ചിട്ട് UP വന്ന അവരൊരു ഗ്യാങ്, പിന്നെ വേറെ സ്കൂളിൽ നിന്നൊക്കെ ഒരുമിച്ച് ഗ്യാങ് ആയിട്ട് വരണം. അപ്പൊ ഞാൻ മാത്രം ഒരു ഒറ്റപ്പെട്ട പോലെയായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് എനിക്ക് മാത്സ് എനിക്ക് തീരെ അറിയാത്ത സബ്ജക്റ്റാ. അപ്പോൾ അവിടെ മാത്സ് ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് എഴുതാനോ അല്ലെങ്കിൽ ഒന്നും നോക്കാൻ പാടില്ല, ആളുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കണം. അപ്പൊ എന്നും എനിക്ക് ചീത്ത കേൾക്കലും എന്നും അടികെട്ടലൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഇതുപോലെ മിസ് വേറെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ആ സമയത്ത് സംസാരിച്ചിട്ടുണ്ടായില്ല. ഞാൻ അവിടെ തലവെച്ച് കെടുക്കായിരുന്നു. മിസ് അവിടെ നിന്ന് എനിക്ക് വന്നിട്ട് പറഞ്ഞു, എല്ലാവരും എണീറ്റ് നിൽക്കും, എല്ലാവരും ക്ലാസ്സിൽ ഭയങ്കര സംസാരമായിരുന്നു, എല്ലാവരും എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും എണീറ്റ് നിന്നു. പിന്നെ മിസ് ആരോടും ഒന്നും ചോദിക്കണില്ല, വടി എടുത്ത് എല്ലാവരും ഇങ്ങനെ അടിച്ചുകൊണ്ടേ പോരാണ്. അങ്ങനെ എൻ്റെ അടുത്ത് എത്തിയപ്പോ ഞാൻ കൈ കാട്ടിയില്ല. അപ്പൊ മിസ് പറഞ്ഞു കൈ കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ കൈ കാണിക്കില്ല. അപ്പൊ മിസ്സിന് കുറച്ചും കൂടി ദേഷ്യം. മിസ് പറഞ്ഞു എല്ലാവരും അതുപോലെ തന്നെ കൈ കാണിക്കുന്ന പറഞ്ഞു. ഞാനും എന്റെ വാശിയും എന്നെ ആ നേരത്ത് പിടിച്ചു നിന്നു. അവസാനം മിസ് കൈ വലിച്ചു പിടിച്ചിട്ട് ഒരടി അടിച്ചു. അപ്പൊ തന്നെ ഞാൻ മിസ്സിനൊരു നോട്ടം നോക്കി അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, മിസ് ക്ലാസ് ഇറങ്ങി പോണ സമയത്ത് ഞാൻ ആ ഒരു പ്രായമാണല്ലോ, ഓടി ചെന്നിട്ട് മിസ്സിനെ ഒരൊറ്റ തട്ടിയിട്ട് ഞാൻ അതേ സ്പീഡിൽ തന്നെ ഇറങ്ങി ഓടിപ്പോയി. ഞാൻ വിചാരിച്ചു എല്ലാവരും യൂണിഫോം ആവുമ്പോ എന്നെ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. ഞാനൊരു തട്ടി പോയി. മിസ് പക്ഷെ വീണില്ല, ഇങ്ങനെ പോയി അവിടെ ചുമരുമ്പോ ചാരി നിന്നു. അപ്പൊ എന്റെ സമാധാനം, വീണില്ലല്ലോ എന്നൊരു സമാധാനം എനിക്കും. ഒരടി കിട്ടിയതിന്റെ ഇത് ഞാൻ കൊടുത്തുല്ലോ എന്നുള്ള ഇതിൽ ഞാൻ ഓടിപ്പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ വിളിപ്പിച്ചു ടീച്ചേഴ്സ് റൂമിലേക്ക്. ഇങ്ങനെ മിസ്സിനെ ഇങ്ങനെ ഇതിനാക്കില്ല എന്ന് വെച്ചിട്ട് എല്ലാ ടീച്ചേഴ്സ് തന്നെ ചീത്തൊക്കെ പറയാൻ വേണ്ടി നിൽക്കുക. ഈ മിസ് മാത്രം ഒന്നും മിണ്ടണില്ല. മിസ് അപ്പൊ തന്നെ പറഞ്ഞു സോറി പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഞാൻ ചെയ്തു, പക്ഷെ അത് ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തിനു സോറി പറയണേ എന്നുള്ളൊരു വാശി. മിസ് പറഞ്ഞു സോറി പറയണ്ട, വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി പറയാൻ പറ്റില്ലല്ലോ, എൻ്റെ ഇങ്ങനെ ഒരു സംഭവമല്ലേ ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ആന്റീനെ വിളിപ്പിച്ചു, സ്കൂളിന്റെ അടുത്തായിരുന്നു ആന്റീന്റെ വീട്. അങ്ങനെ ആന്റി വന്നു,
എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു സോറി പറയാൻ പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് സോറി പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോ മിസ് എന്നോട് പറഞ്ഞു ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ വാശി പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ മിസ്സിനെ അടുത്ത് നോക്കി ചോദിച്ചു, ഇത്രയ്ക്കൊക്കെ ആയിട്ടല്ലേ മിസ് ഇങ്ങനെ ടീച്ചറായത്, എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യാ, സംസാരിക്കാണ്ടിരിക്കണവരൊക്കെ പിടിച്ച് അടിക്കുകയാണോ ചെയ്യുക, അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ മിസ് കലിപ്പായിട്ട് ഇങ്ങനെ പോയി. പിന്നെ ഒരു ദിവസം എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അന്ന് എനിക്ക് ഇങ്ങനെ കുറെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിപ്പോയത്, ഞാൻ ചെയ്തത് തെറ്റാണ്, മോളാണ് അത് അങ്ങനെ പറഞ്ഞു തന്നേന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്നെ കൊണ്ട് ചെയ്യാത്ത എന്നല്ല, ഇങ്ങനെ ഒരു ഇതായി കാരണം എല്ലാവരും മുന്നിൽ വെച്ചിട്ട് സോറി പറയിപ്പിച്ച് എല്ലാ ടീച്ചേഴ്സിന്റെ ഇടയിൽ ഇപ്പൊ ഞാനൊരു ഭയങ്കര ഒരു ഇതായില്ലേ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായി. പിന്നെ എനിക്ക് ആ ടീച്ചറായിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴായാലും എനിക്ക് ഒട്ടും അത് മാത്സ് പഠിക്കാൻ ഇഷ്ടമാവണില്ല, എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ഒന്നാമത് ഇഷ്ടമില്ലാത്ത സബ്ജക്ട്, പിന്നെ ഈ മിസ്സിന്റെ ഒരു ഇത് കാരണം എനിക്ക് തീരെ പറ്റുന്നില്ല. പിന്നെ ഒരു ആനുവൽ ഡേയുടെ സമയമായപ്പോ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയുന്നൊന്നും അവിടെ ആർക്കും അറിയില്ലായിരുന്നു. മിസ്സാണ് എന്നോട് പറഞ്ഞത് മോള് വായി ഡാൻസിന് പേര് കൊടുത്തു. അപ്പൊ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ, കാരണം മിസ്സാണല്ലോ അത് അങ്ങനെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. അപ്പൊ അങ്ങനെ വിളിപ്പിച്ചു. അതുപോലെ തന്നെ സ്പോർട്സിനും എന്നോട് ചോദിക്കണമെന്നില്ല, ആളിങ്ങനെ വന്ന് പറയാണ് എനിക്ക് പറ്റൂലോ പങ്കെടുക്ക്, അങ്ങനെ പറഞ്ഞ് അവസാനം ഞങ്ങൾ ഭയങ്കര കൂട്ടായി. അത് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് ആയപ്പോഴും ആള് UP-യിലാണ്. ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോഴായാലും എന്നോട് എപ്പോഴും ചെല്ലുമ്പോൾ സംസാരിക്കലും വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയലും ഭയങ്കര സ്നേഹമായിരുന്നു. ആ മിസ്സിനെ കാരണം ഒരിക്കലും മറക്കാൻ പറ്റില്ല, നല്ലൊരു അനുഭവമായിരുന്നു. പറയുന്ന വഴക്ക് പറയുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലേ? അത് ഇവിടെ പറയൂട്ടോ. ഇവിടെ എനിക്കിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഞാനിങ്ങനെ പറയുമ്പോ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ ചേച്ചി പറയും നിന്റെ അടുത്ത് സംസാരിക്കാം പേടിയാ, ഇനിയിപ്പൊ എങ്ങനെയാ നീ എടുക്കല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ശരിയായോ അങ്ങനത്തെ ഒരു. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളൊരു കാര്യം എനിക്ക് ദേഷ്യത്തിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് എന്തുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ല എന്നുള്ളൊരു തോന്നല് എനിക്ക്. അതൊരു വാശി പോലെ നിൽക്കുക. അത് എനിക്കൊരു അതേസമയം എന്നോട് എന്തെങ്കിലും അതൊന്ന് ചെയ്യൂന്ന് വെച്ചാൽ ഞാൻ എന്തും ചെയ്യും. എനിക്ക് എന്ത് കാര്യം ഇട്ടിട്ടായാലും ഞാൻ ചെയ്യും. പക്ഷെ അതൊന്ന് ചെയ്തേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒട്ടും ചെയ്യില്ല. അതെന്താണോ അതങ്ങനെ പോയി. ഓക്കേടാ. അങ്ങനെ മോന്റെ നാട് തൃശ്ശൂരാണോ? എന്റെ തൃശ്ശൂര്. ഓക്കേടാ. സ്ലാങ് നന്നായിട്ട് തന്നെയുണ്ട്. നല്ല രസമാണ് അവരുടെ സംസാരം കേൾക്കാനായിട്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആരാ പറയുന്നേ ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ചിട്ട്? ആരുമില്ല? ഞാൻ പറയാം മിസ്സേ. പറഞ്ഞോടാ. എനിക്ക് 1 മുതൽ 4 വരെയുള്ള 2 ടീച്ചർമാരും ഒരു സാറും ഉണ്ടായിരുന്നു, ഫേവറേറ്റ് ആയിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. അന്ന് എനിക്ക് പൊക്കമൊന്നുമില്ല, ഞാൻ കൊച്ചായിരുന്നു നാള്. അപ്പൊ എന്നെ മടിയിലൊക്കെ ഇരുത്തി ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് അതൊക്കെയാണല്ലോ ഒത്തിരി ഇഷ്ടം. സാറന്മാരും ടീച്ചർമാരൊക്കെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അവരോട് ഇഷ്ടം തോന്നുമല്ലോ. അപ്പൊ ഞാൻ അവർക്ക് അന്ന് നമുക്ക് കഞ്ഞിയും പയറൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്നേ, ഗവൺമെന്റ് സ്കൂളായിരുന്നു. അപ്പൊ എനിക്കറിയില്ല, ഒരു ശ്രീജ ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു സിന്ധു ടീച്ചർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മോഹന സാർ ഉണ്ടായിരുന്നു. മോഹനൻ എന്നാ സാറിന്റെ പേര്. അപ്പൊ ഈ സിന്ധു ടീച്ചർ ഈ ശ്രീജ ടീച്ചറും അവര് കൊണ്ടുവരുന്ന ഉച്ചയ്ക്ക് ചോറാ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ചോറിനകത്തുനിന്ന് കറി എനിക്ക് തരുവുള്ളൂ, അതെനിക്ക് അറിയില്ല കേട്ടോ എന്താന്ന്, എനിക്ക് തരുമായിരുന്നു മിസ്. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ആ ടീച്ചർ തന്ന ഒരു ക്യാരറ്റ് തോരന്റെ ടേസ്റ്റ് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടത്. അപ്പൊ അങ്ങനെ പിന്നെ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ആ ടീച്ചറിനെയും സാറിനെയും ഒന്നും കണ്ടിട്ടേ ഇല്ല. ഭയങ്കര സ്നേഹമായിരുന്നു, നല്ല കെയറിങ് ആയിരുന്നു അന്നത്തെ. അത് തന്നെ എനിക്ക് മനസ്സിൽ ഓർമ്മയുണ്ട്. പിന്നെ 5 മുതൽ 10 വരെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടീച്ചറിനോട് അങ്ങനെ ഒരു ഫേവറേറ്റ് എന്നില്ല, എല്ലാവരും ഫേവറേറ്റ് പോലെ തന്നെയായിരുന്നു. അങ്ങനെ കുറുമ്പൊന്നും കാണിക്കത്തൊന്നുമില്ലായിരുന്നു. അപ്പൊ പാവമായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വഴക്കൊന്നും കേൾക്കേണ്ടിയേ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും 10ാം ക്ലാസ് വരെ എല്ലാവരോടും ഒരു ടീച്ചേഴ്സിനോട് ഒരു സ്നേഹം തന്നെയായിരുന്നു. ഒരു ഇഷ്ടക്കേടെന്ന് പറയാൻ ഒരു ടീച്ചറിനോട് ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. ഒരു ടീച്ചറിനോട് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ബെഞ്ചിലെ 4 പിള്ളേർക്ക് ഒരുപോലെ ഒരു ഇഷ്ടക്കേട് ഞങ്ങൾക്ക് വന്നായിരുന്നു. അല്ലാണ്ട് അതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ഉണ്ട്, തലേ ദിവസം എല്ലാം പഠിച്ചിട്ടൊന്നും പോകുമൊന്നുമില്ല. അപ്പൊ ആദ്യം പറയുന്ന ഒരാൾ പറയുന്ന ആൻസർ തന്നെ ചോദിക്കുമ്പം 2, 3, 4 ആൾക്കാർ അത് തന്നെ ആൻസർ പറയും. അപ്പൊ ആദ്യം ഇരുന്നൊരു കൊച്ചുണ്ടായിരുന്നു, അവള് ഒരു സാറിന്റെ മോളായിരുന്നു. അപ്പൊ അവളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, സോഷ്യലായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അവൾ ആൻസർ പറഞ്ഞു. അത് കേട്ട് തന്നെ അടുത്ത ആളും പറഞ്ഞു, അത് കേട്ട് തന്നെ ഞാനും പറഞ്ഞു. അതേ ആൻസർ ഞങ്ങള് ഒരു ബെഞ്ചിൽ 5 പേരുണ്ടായിരുന്നു. ഈ 5 പേരും ഒരേ ആൻസർ പറഞ്ഞിട്ട് ഫസ്റ്റ് പറഞ്ഞ ആള് മാത്രം ഇരുത്തി.
ഞങ്ങൾക്ക് ഇട്ട് 4 പേർക്കിട്ടും തല്ല് തന്നു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. നീ രശ്മി നീ പറഞ്ഞത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾക്കിട്ട് തല്ലു വന്നല്ലോ. ഞങ്ങൾ ഇരുന്നങ്ങ് ടീച്ചറിനെ അന്ന് 8ാം ക്ലാസ്സിൽ 9ലും എന്തോ പഠിക്കുമ്പോൾ ഈ ടീച്ചർ വരല്ലേ, ടീച്ചറിന്റെ കാലം മുടിയണേ എന്നൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹത്ത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോ ഈ സരസ്വതി ടീച്ചറിനെ കാണാനില്ല. അപ്പം എന്റെ ചേട്ടന് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം ചേട്ടന്റെയും ക്ലാസ്സിൽ ആ ടീച്ചറിന്റെ 2 പിള്ളേര് ട്വിൻസ് അവര് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരാഴ്ചയായിട്ടും ടീച്ചറിനെ കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു സരസ്വതി ടീച്ചറിനെ കാണുന്നില്ലല്ലോ. അപ്പം പറഞ്ഞു സരസ്വതി ടീച്ചറിന്റെ കൈ ഒടിഞ്ഞു, വീണിട്ട് കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പഴെന്ത് ദൈവമേ എന്നോട് ക്ഷമിക്കണേ എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട്. പക്ഷെ അന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നേ. ടീച്ചറിന്റെ കൈ ഞങ്ങൾ പക്ഷെ അന്നങ്ങനെ ഇരുന്ന് വിഷമിച്ചു. കാരണം ആദ്യത്തെ കൊച്ചു മാത്രം പറഞ്ഞ ആൻസറിന് അവള് തെറ്റാണോ ശരിയാണോ പറഞ്ഞതെന്ന് ഇന്നും അറിയത്തില്ല. പക്ഷെ അവളെ മാത്രം ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് മാത്രം തല്ലി വന്നപ്പോൾ നമുക്ക് വിഷമം വന്നു. അപ്പൊ ആ ടീച്ചറിനോട് അന്നേ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ ആ ടീച്ചർ ക്ലാസ്സിലൊന്നും വന്നിട്ടില്ല, ഞങ്ങൾക്ക് പിന്നെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടൊരു ഫേവറേറ്റ് ടീച്ചർ ഒന്നും ഇല്ല, ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്ന ആ ഒരു ടീച്ചറിന് മാത്രം അന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടത്. എന്ത് തെറ്റാണോ ശരിയാണോ എന്ന് ആൻസർ പറഞ്ഞും തന്നില്ല, നമ്മളെ നന്നായിട്ട് നോവിച്ചതല്ലേ. എന്തോ 2 ചൂരിൽ വെച്ചെന്തോ നമ്മളെ തല്ലിയത്. അപ്പൊ അത് നന്നായിട്ട് നമുക്ക് വേദനിച്ചു. കൈ നന്നായിട്ട് ഇങ്ങനെ ചുമന്ന് തെടുത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ +2 വന്നപ്പോൾ ഫേവറേറ്റ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അനൂപ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ. ആ ടീച്ചർ കുറച്ച് പഠിപ്പിച്ച് നല്ല +1 പഠിപ്പിച്ചു. +2 പകുതി ആയപ്പോഴത്തേക്ക് ടീച്ചർ പോയി. അന്നേരം ഭയങ്കര വിഷമമായിരുന്നു. എന്തെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു, മിസ്സിനോട് എല്ലാം പറയാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ ടീച്ചർ പോയി കഴിഞ്ഞപ്പം ഒരുപാട് സങ്കടം വന്നിട്ട് ഞങ്ങൾ ഒരുപാട് ഇരുന്ന് കരയൊക്കെ ചെയ്തു. ഒരുപാട് കരഞ്ഞായിരുന്നു ഞങ്ങൾ ടീച്ചർ പോയപ്പം. കാരണം എല്ലാം നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു, കൂട്ടുകാരെ പോലെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ടീച്ചർ എൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ പോയ സമയത്ത് ഇങ്ങനെ അറിഞ്ഞു, ഒരു വണ്ടി ആക്സിഡന്റിലും ഇങ്ങനെ ടീച്ചർ മരിച്ചുപോയിന്ന്. അപ്പോൾ അത് അന്നേരം അല്ല അറിയുന്നത്, അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ഓർത്തയോ അന്ന് കരഞ്ഞത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു എന്ന്. കാരണം പിന്നെ മരിച്ച സമയത്ത് കാണാൻ പോകാനോ ഒന്നും പറ്റില്ല. നമ്മളെ വീടിന്റെ അടുത്തൊക്കെ ആയിരുന്നു, പക്ഷെ കാണാനൊന്നും പോകാനോ ഒന്നും പറ്റിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് വന്നപ്പം പിന്നെ ഏറ്റവും ഫേവറേറ്റ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, നിഷയെന്ന്. അതിപ്പോഴും നല്ല കോണ്ടാക്ട് ആ ടീച്ചർ. ഞങ്ങൾ നിഷ് ടീച്ചർ എന്ന് വിളിക്കത്തില്ല, ഞങ്ങൾ നിഷാമ്മയെന്നേ വിളിക്കുള്ളൂ. കാരണം അമ്മയുടെ ഒരു സ്ഥാനമായിരുന്നു ആ സമയത്ത്. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്ത് ടീച്ചറിനോട് പറയാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇന്നും ഞാൻ കാണുമ്പം ഞാൻ മിക്കപ്പോഴും കാണും. അപ്പൊ ഞങ്ങൾ നിഷാമ്മയെന്നേ വിളിക്കത്തുള്ളൂ, ടീച്ചർ എന്നുള്ളൊരു നാമമേ ഇല്ല. ഞാൻ എൻ്റെ ഫോണിനകത്തൊക്കെ അടിച്ച് ഇങ്ങനെ സേവ് ചെയ്തിട്ടേക്കുന്നത് നിഷാമ്മയെന്ന് തന്നെയാണ്. കാരണം അത്രയ്ക്കും എന്താ ഒരു സ്നേഹമാണ്. ഇപ്പോഴും അത് തന്നെയാ. ഞങ്ങളുടെ കൂടെ പഠിച്ച പിള്ളേരെല്ലാം നിഷാമ്മയെന്നേ വിളിക്കുള്ളൂ, ടീച്ചർ എന്ന് വിളിക്കത്തില്ല. അത്രയ്ക്കും കെയറിങ്ങും സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത്. അതുകൊണ്ട് ഇത്രയും ടീച്ചേഴ്സിനോട് ഫേവറേറ്റ് എന്ന് പറയാൻ ഈ ടീച്ചേഴ്സും, ഇഷ്ടക്കേടുണ്ടായിരുന്ന ഒരു ടീച്ചറും ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരുടെ ഫേവറേറ്റ് ടീച്ചറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank